അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇന്നിപ്പോ ഒരു പാട്ടിൽ നിന്നാവാം അല്ലേ? ആവാം. അപ്പം ഉത്സവമൊക്കെ കഴിഞ്ഞ് അപ്പം നിൽക്കുന്ന പന്തളത്തെ കുരമ്പാല ഗ്രാമത്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പന്തളം മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രത്യേകത, BJP ഭരിക്കുന്ന രണ്ടാമത്തെ മുനിസിപ്പാലിറ്റി അല്ലേ? ഒന്ന് പാലക്കാട്, പിന്നെ പന്തളം. ഈ രണ്ട് സ്ഥലത്ത് മാത്രമാണ് BJPയുടെ ഭരണമുള്ളത്. അപ്പോൾ BJP ഭരിക്കുന്ന പന്തളം മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ സുശീല, പൂർണ്ണമായ പേര് സുശീല സന്തോഷിന്റെ ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഈ പ്രഭാത വാർത്താ യാത്ര തുടരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? ഞാനൊരു നാടൻ പാട്ട് പാടാം. തീർച്ചയായിട്ടും. എൻ്റെ അച്ഛൻ പഠിപ്പിച്ച ഒരു പാട്ടാണ്. പാട്ട് പാടാം. ഈ പാട്ട് പാടിയാണോ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? അല്ല. പാട്ടും പാടി ജയിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ഹരിദാസും സുശീല സന്തോഷവും അത് ബാധകമാണ്. രണ്ടുപേരും പാട്ടും പാടി ജയിച്ചു. പാട്ട് പാടാതെ ജയിച്ചു. ഓക്കെ, ശരി. ആലിയാലി മണപ്പുറത്തെ ഞാൻ അറ്റുവരമ്പേ പോകുമ്പം, ആലിയാലി മണപ്പുറത്തെ ഞാൻ അറ്റുവരമ്പേ പോകുമ്പം, ആലിയാലി മണപ്പുറത്തെ ഞാൻ അറ്റുവരമ്പേ പോകുമ്പം, ആലിയാലി മണപ്പുറത്തെ ഒരു പാവലു തയ്യുമെനക്കുണ്ടേ, അപ്പം കിളയ്ക്കും കൂളങ്ങരെ ഹൈ കാൽ കൊണ്ട് തടം വെട്ടി കുത്തി ഞാൻ നട്ടൊരു പാവല്, ഇതാരു പറിച്ചടി കുഞ്ഞു കുറുമ്പമ്പ വയ്ക്ക, ഞാൻ പറിച്ചില്ല ചക്കി പറിച്ചില്ല നീലി പറിച്ചില്ല കോത പറിച്ചില്ല കുഞ്ഞു കുറുമ്പൻ പാവയ്ക്ക, പിന്നാരു പറിച്ചടി കുഞ്ഞു കുറുമ്പൻ പാവയ്ക്ക, ആലിയാലി മണപ്പുറത്തെ ഞാൻ അറ്റുവരമ്പേ പോകുമ്പം, ആലിയാലി മണപ്പുറത്തെ ഒരു പാവലുതയുമനക്കുണ്ടേ, അപ്പം കിളയ്ക്കും കൂളങ്ങരെ ഹൈ കാൽ കൊണ്ട് തടം വെട്ടി കുത്തി ഞാൻ നട്ടൊരു പാവല്, ഇതാരു പറിച്ചടി കുഞ്ഞു കുറുമ്പമ്പ വയ്ക്ക. ഗംഭീരം. അപ്പൊ ഈ പന്തളത്ത് മുനിസിപ്പാലിറ്റിയിൽ നഗരസഭ കൂടുന്ന സമയത്ത് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുമല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ അവരെ മയക്കാൻ വേണ്ടി ഈ പാട്ട് പാടാറുണ്ടോ ഇടയ്ക്ക്? ഇല്ല. അവരെ നല്ല വാക്കുകൾ പറഞ്ഞു തന്നെ അവരെ നേരിടും. അവിടുത്തെ പ്രതിപക്ഷം ഏതാ? പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഏതാ? CPM ആണോ കോൺഗ്രസ് ആണോ പന്തളത്ത്? ഇപ്പൊ പ്രതിപക്ഷം CPM ആണ്. ഇപ്പൊ പ്രതിപക്ഷം CPM ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാധ്യത ഇപ്പോ? സ്വാഭാവികമായിട്ടും അനിൽ ആന്റണി എന്ന് പറയുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും 100% ജയിക്കാൻ സാധ്യതയുണ്ട്. അടിയൊഴുക്കുകളുണ്ട് പത്തനംതിട്ടയിൽ. അല്ല, ഇപ്പോ ജനങ്ങൾ നോക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു 10-15 വർഷം കൊണ്ട് കോൺഗ്രസിന്റെ ഒരു MP ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു 15 വർഷക്കാലമായിട്ട് CPMന്റെ MLA ഉണ്ടായിരുന്നു. പന്തളം എന്ന് പറയുന്ന പ്രദേശം അയ്യപ്പന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. അവിടെ ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകര് ഈ ശബരിമല കാലത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതെ, എനിക്ക് പന്തളം എരുമേലിയുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ കാലഘട്ടങ്ങളിൽ ഒന്നും നടക്കാത്തത് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഇല്ല, ആരും പന്തളത്തെ വളരെ ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്ത് ഈ രണ്ട് പാർട്ടിയിൽ നിന്നുമുള്ള അത് ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടാവും. തീർച്ചയായിട്ടും. വിശ്വാസികളെ എന്നല്ല, ഇന്ന് ജനങ്ങള് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നു.